വഹിക്കുന്ന ഷെയ്ഖ് ഗുരു സൗദിയാണ്. ഇന്ന് സൗദിയാണ്. അദ്ദേഹം സിറിയൻ പണ്ഡിതനാണ്. അദ്ദേഹവും ഇന്ന് സദസ്സിനോട് മിഅ്റാജിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ നിമിഷം, അഥവാ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഒതുങ്ങുന്നതാണെങ്കിലും വളരെ അർത്ഥവത്തായ അർത്ഥഗർഭമുള്ള ചില സംഗതികൾ ഒരു ഹവാസുൽ ഹവാസ് പങ്കെടുക്കുന്ന ഒരു സദസ്സിൽ പങ്കുവെക്കുകയുണ്ടായി. അപ്പൊ സത്യത്തിൽ മിഅ്റാജിന്റെ ആ ഒരു അനുഭൂതി, അതിൽ നിന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അതുപോലെ ഉമ്മത്ത് മുസ്ലിമക്കും കിട്ടിയ ഒരു ഊർജമുണ്ട്, ഒരു അനുഭൂതിയുണ്ട് ഈ സത്യത്തിൽ ഈ മിഅ്റാജിൽ നിന്ന്. അതിന്റെ അർത്ഥത്തിൽ, അതിന്റെ ഒരു ആന്തരിക അർത്ഥത്തിൽ അത് ഇന്ന് അനുഭവിക്കുന്നത് ഞാൻ ആ അറബിയുടെ പ്രസംഗത്തിൽ നിന്ന്, ആ ഷെയ്ഖിന്റെ പ്രസംഗത്തിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ് വലിയ സന്തോഷം തോന്നുന്നു. നമ്മൾ ഈ സൗദി അറേബ്യയുടെ ഈ മൂലയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴും ഇവിടെയും അങ്ങനെ ഒറ്റപ്പെട്ട ചില തുരുത്തുകൾ, നന്മയുടെ തുരുത്തുകൾ ഇവിടെയുണ്ട് എന്നത് നമുക്ക് സമാധാനിക്കാൻ വക നൽകുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ചിന്തിക്കുന്ന ചിന്താധാരയും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളും ഒന്നും ഒരിക്കലും പിഴച്ചിട്ടില്ല എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു ബഹുമാനപ്പെട്ട ആ ഗുരുനാഥന്റെ നീണ്ട ഒരു പ്രഭാഷണം ഉണ്ടായത്. ഏതായിരുന്നാലും ഞാൻ മനസ്സിലാക്കുന്ന ചില സംഗതികൾ, മനുഷ്യൻ എന്ന് പറയുന്നവൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയൊരു സൃഷ്ടിയാണ്. ഒരു ഊർജ പ്രപഞ്ചമാണ് മനുഷ്യൻ. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലെ? ഇൻഷാ അല്ലാഹ്. പിന്നെ മൈക്ക് DC ആയിട്ടുണ്ടോ എന്നറിയില്ല. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ്, പിന്നെ മനുഷ്യൻ എന്ന് പറയുന്നവൻ അവൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഒരു ശക്തിയുള്ള ഒരു സൃഷ്ടിയാണ്. ഊർജ പ്രപഞ്ചമാണ് അവൻ. അവൻ നടക്കുന്ന, ഇരിക്കുന്ന, ചിരിക്കുന്ന, കളിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ മറ്റൊരു പ്രപഞ്ചം, ഒരു സൃഷ്ടിയാണ്, ഒരു വലിയ സൃഷ്ടിയാണ് മനുഷ്യൻ. അവൻ ഊർജത്താൽ സൃഷ്ടിക്കപ്പെട്ട് ഊർജത്താൽ നിലനിൽക്കുന്ന ഊർജത്താൽ നിലനിൽക്കുന്ന ഈ പ്രപഞ്ചത്തിലെ സർവത്തിനേക്കാളും ആദരവും ബഹുമാനവും നൽകപ്പെട്ട ഒരു മഹത്തായ ഉത്കൃഷ്ടമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നവൻ. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചത് വലഖദ് കറംനാ ബനീ ആദം, ആദം സന്തതികളെ, മനുഷ്യ മക്കളെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ്. അതുപോലെ അത് മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ സൂറത്തു തീൻ എന്ന് പറയുന്ന സൂറത്തിൽ വിശുദ്ധ ഖുർആൻ അല്ലാഹു സൂചിപ്പിച്ചത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്നാണ്. ഏറ്റവും ഉത്കൃഷ്ടമായ പ്രകൃത്യ, ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിലും ഭാവത്തിലും രൂപത്തിലുമൊക്കെയാണ്, ഏറ്റവും ചൊവ്വായ രീതിയിലാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് എന്ന്. അതുമാത്രമല്ല, വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് കാണാം, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും നിനക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പടച്ചിരിക്കുന്നു. മനുഷ്യന് വേണ്ടിയാണ് ഈ ഭൂമുഖത്തുള്ള ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും സൃഷ്ടിച്ച് പരിപാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. അതുമാത്രമല്ല, നിനക്ക് വേണ്ടിയാണ് ഭൂലോകത്തുള്ളത് മുഴുവനും സൃഷ്ടിക്കപ്പെട്ടത്. നീയാണ് ഇവിടുത്തെ ബഹുമാനിക്കപ്പെടുന്ന വ്യക്തി, നീയാണ് ഇവിടുത്തെ ബഹുമാനിക്കപ്പെടുന്ന, ഏറ്റവും ബഹുമാനവും ആദരവും കൽപ്പിക്കപ്പെടുന്ന സൃഷ്ടി നീയാണ്. അതുപോലെ മാത്രമല്ല, നിനക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബഹുമാനവും ആദരവും ഒക്കെ നിനക്ക് നൽകാനുണ്ടായ കാരണം, അത് നിനക്ക് വിശേഷ ബുദ്ധി, കോമൺ സെൻസ് എന്ന് പറയുന്ന വിശേഷ ബുദ്ധി നിനക്ക് തന്ന് അനുഗ്രഹിച്ചു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്ന നമ്മൾ ഈ ഭൂമിയിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ജീവിയാണ്, മനുഷ്യനാണ്. ഏറ്റവും ഉത്കൃഷ്ടമായ ജീവികളിൽ ഏറ്റവും ഉത്കൃഷ്ടമായവർ മനുഷ്യരാണ്. ഈ ഊർജം, മനുഷ്യരിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള ഊർജം എന്ന് പറയുന്നത് കാണാനും കേൾക്കാനും രുചിക്കാനും അറിയാനും ഒക്കെ കഴിയുന്ന ആ ഊർജങ്ങളുടെ വിവിധ തലങ്ങളാണ് അതൊക്കെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ബഹുമാനിക്കപ്പെട്ടവനാണ്, അവനേറ്റവും ഉത്കൃഷ്ടനാണ്, അവനേറ്റവും ബഹുമാനിക്കപ്പെട്ടവനാണ്. അവന് വേണ്ടിയാണ് ഭൂമുഖത്തുള്ളതെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും അവനിക്ക് നൽകിയ അറിവും പരിമിതമാണ്. അവന്റെ അറിവിന്റെ പരിമിതപ്പെടുത്തിയത് കൊണ്ട് സത്യത്തിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മേഖലകളിലേക്കും എത്താനോ പഠിക്കാനോ അറിയാനോ സത്യത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നവന് സാധിച്ചിട്ടില്ല, സാധിക്കുന്നേ ഉള്ളൂ. അങ്ങനെ സാധിച്ചിട്ടുണ്ട് എങ്കിൽ
അങ്ങനെ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഈ മനുഷ്യ മക്കളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ ഷഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ ഈ അണ്ടകടാഹങ്ങളുടെ മുഴുവൻ രഹസ്യങ്ങളും പരമരഹസ്യങ്ങളും അത് എത്തിപ്പിടിക്കാനും കണ്ടെത്താനും ഉള്ള അവകാശവും അതിനുള്ള സ്വാതന്ത്ര്യവും നൽകിയിട്ടുള്ളൂ എന്നതാണ് മിഅ്റാജ് കൊണ്ടും ഈ ഇസ്റാവ് കൊണ്ടുമൊക്കെ നൽകുന്ന വലിയ വലിയ സന്ദേശങ്ങളും പാഠങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യൻ അവന്റെ പരിധി മറികടക്കാൻ ഈ പരിധി മറികടക്കാൻ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ എത്തുന്നില്ല. അവർ എത്തുന്നില്ല. എന്തുകൊണ്ട് എത്തുന്നില്ല? മനുഷ്യനെന്ന് പറയുന്നവർ തന്നെയാണല്ലോ ശാസ്ത്രജ്ഞന്മാർ. ഈ ശാസ്ത്രജ്ഞന്മാരുടെ മനഃശാസ്ത്രപരമായ ചിന്ത നയിക്കുന്നതാണല്ലോ ശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ശാസ്ത്രത്തിന് എത്തിപ്പിടിക്കാൻ പറ്റാവുന്നിടത്തേക്ക് അവർക്ക് കടന്നെത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടൊരു സയന്റിസ്റ്റിന് അവൻ കൂലങ്കഷമായി ചിന്തിച്ചിട്ട് ഒരു ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ അത് അവന്റെ കഴിവ് കേടാണ്. ഇവിടെ അറിവിന്റെ രഹസ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, അത് അള്ളാഹു രഹസ്യമാക്കി വെച്ച സംഗതികൾ അത് രഹസ്യമായി തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വേള അവിടെ നിന്ന് പറയുകയുണ്ടായി, ഊതീതുൽ ഖസാന, എനിക്ക് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഖജനാവുകൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്ന വിശദമായ ഒരു ഹദീസ് നമ്മളൊക്കെയും നമ്മുടെ പഠനത്തിൽ അന്വേഷണത്തിൽ കണ്ടുപോയിട്ടുണ്ടാവാം. മഹാനായ പ്രവാചകൻ മദീന പള്ളിയുടെ മിഹ്റാബിൽ രാവിലെ മുതൽ ഉച്ചവരെയും, ഉച്ചയ്ക്ക് ശേഷം ളുഹ്ർ മുതൽ അസ്ർ വരെയും, അസ്ർ മുതൽ മഗ്രിബ് വരെയും, ഇശാ വരെയും ഒക്കെ നീണ്ട പ്രസംഗങ്ങൾ നടത്തിയിട്ട് പറഞ്ഞ വിശാലമായ ഹദീസുകളുടെ ശേഖരം, ഹദീസുകളുടെ ഒരു മൊഴിമുത്തുകളുടെ എത്രയോ ഹദീസുകൾ പ്രവാചകൻ ഇവിടെ കോരിച്ചൊരിഞ്ഞ് സമ്മാനിച്ചിട്ടാണ് പ്രവാചകൻ പോയത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ കണ്ടെത്താൻ മനുഷ്യ സൃഷ്ടികളിലെ മനുഷ്യരിലെ ഏറ്റവും ഉത്കൃഷ്ടനായ ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് എല്ലാത്തിന്റെയും രഹസ്യങ്ങളുടെ ആന്തരിക ജ്ഞാനം നൽകപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നവൻ അവനിക്ക് അങ്ങനെയുള്ള ഒരു സൃഷ്ടിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യരിൽപ്പെട്ടവരാണ്. ആ മനുഷ്യൻ എന്ന് പറയുന്നവൻ പ്രഭയാൽ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെടുന്നുണ്ടല്ലോ, ആദ്യമായി ഇവിടെ സൃഷ്ടിക്കപ്പെട്ട വസ്തു എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹാനായ പ്രവാചകൻ പറയുന്നു, അവ്വൽ മാ ഖലഖല്ലാഹു തആല നൂരി. ജാബിർ റളിയല്ലാഹു തആല അൻഹു ആണ് എന്ന് തോന്നുന്നു. അൽ മവാഹിബുൽ ലദുന്നിയ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളെ പോലെയുള്ള പല ഗ്രന്ഥങ്ങളിലും പ്രവാചകന്റെ നൂറിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്ക് ഓർമ്മയിൽ ഇങ്ങനെ വന്നു പോവുകയാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ലഖദ് കിതാബുൻ വനൂറുൻ മുബീൻ എന്ന് പറയുന്ന ആയത്തുണ്ട്. കിതാബുൻ വനൂറുൻ മുബീൻ. അൽവാഫി ഉസ്താദിന് പക്ഷേ ഓർമ്മയുണ്ടാവും ആ ആയത്ത്. ലഖദ് ജാഅകും മിനല്ലാഹി ലഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബുൻ മുബീൻ. നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള കിതാബും പ്രഭയും വന്നിരിക്കുന്നു എന്ന് അർത്ഥമുള്ള വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്. ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞത്, അവിടെ കിതാബ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനും നൂർ എന്ന് പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ആ നൂറാണ് എന്ന് മുഫസ്സിറുകൾ ആ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ ആ പ്രപഞ്ചത്തിന്റെ അഷ്ടദിക്കുകളിലേക്കും പ്രകാശത്തിന്റെ പ്രകാശവേഗതയിൽ കടന്നു ചെല്ലാൻ ഒരു പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യപുത്രൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു പ്രത്യേകമായി നൽകിയ ഒരു അമാനുഷിക ശക്തി കൊണ്ട് പ്രവാചകൻ ലോകത്തിന്റെ പ്രപഞ്ചത്തിലെ 7 ആകാശങ്ങളിലും അതിനപ്പുറം ആർക്കും പ്രവേശിക്കാൻ അനുവദനീയമല്ലാത്ത ഒട്ടനവധി മേഖലകളിലേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിപ്പെടുകയുണ്ടായി. അത് അള്ളാഹു പ്രത്യേകം നൽകിയ ഒരു പ്രത്യേകം ഊർജവും അതുപോലെ പ്രത്യേകം ചില ശക്തികളുമൊക്കെ പ്രവാചകന് നൽകി. പ്രവാചകൻ ഒരു രാത്രിയിലെ ഏതാനും നിമിഷങ്ങളെ കൊണ്ട്, മണിക്കൂറുകളെ കൊണ്ട് ഒട്ടനവധി സംഭവബഹുലമായ ദൃഷ്ടാന്തങ്ങൾ നേരിൽ കാണുകയും കണ്ടാസ്വദിക്കുകയും അതിന്റെ സുആലും ജവാബുമൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാമുമായി നടത്തി
ഇവിടെ അള്ളാഹു കാണിക്കാൻ ഉദ്ദേശിച്ച ഒട്ടനവധി ദൃഷ്ടാന്തങ്ങൾ കാണിച്ച് തിരിച്ചു പോരുന്ന ഒരു അവസ്ഥാവിശേഷം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും മഹത്തായ ഒരു ദൃഷ്ടാന്തമാണ്. ആ ഒരു അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന ഒരു ഊർജമുണ്ട്. അത് സത്യത്തിൽ ഇതിൽ നിന്ന് മിറാജ് നൽകുന്ന ഒട്ടനവധി പാഠങ്ങൾ നേരത്തെ ഇന്നലെ മിനിഞ്ഞാന്നോ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച നിസ്കാരത്തിന്റെ സന്ദേശവും നന്മയിൽ അധിഷ്ഠിതമായി ജീവിക്കാനുള്ള സന്ദേശവും നമുക്ക് നൽകുന്നതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മിഅ്റാജ് നടക്കുന്ന ആ വർഷം ആമുൽ ഹുസ്ൻ എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ദുഃഖത്തിന്റെ ഒരു വർഷമാണ് പ്രവാചകന്റെ. വളരെ തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ പ്രവാചകന് തന്റെ സഹധർമ്മിണി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ മരിച്ചുപോയ ആ രംഗം, ആ മരിച്ചുപോയപ്പോൾ ഉണ്ടായ പ്രവാചകന്റെ ദുഃഖത്താൽ പ്രവാചകൻ ദുഃഖത്തിന്റെ കാഠിന്യത്താൽ പ്രയാസപ്പെടുന്ന രംഗം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ കുടുംബമുള്ളവരാണ്, ഭാര്യയുള്ളവരാണ്, സന്താനങ്ങളുള്ളവരാണ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അലാഖത്ത്, ആ ബന്ധം എത്രമാത്രം ശക്തമാവണം എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ആ മരണത്തോടു കൂടി, അതുപോലെ അബൂ താലിബിന്റെ മരണത്തിനോട് അനുബന്ധിച്ചൊക്കെയും ഉണ്ടായ ആ ദുഃഖ സംഭവങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഉസ്രത്ത്, ഒരു കുടുംബപരമായി കുടുംബത്തിൽ ജീവിക്കുന്ന നമുക്ക് സഹധർമ്മിണിമാരോട് എങ്ങനെ ഇടപെടണം, എങ്ങനെ കഴിയണം എന്ന ഒരു സന്ദേശവും കൂടി മിറാജ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ പ്രവാചകന്റെ ദുഃഖസാന്ദ്രമായ ആ ജീവിതത്തിലെ ചില അനർഘ നിമിഷങ്ങളെ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വലിയ ചില സംഭവങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സഹധർമ്മിണിയായ ബീവി ഖദീജ പ്രവാചകനെ അങ്ങേയറ്റം വിശ്വസിച്ചു. ആദ്യം തന്നെ സ്ത്രീകളിൽ വിശ്വസിച്ച ഒരു മഹദിയാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. അതുപോലെ ഉസ്റത്ത്, കുടുംബപരമായി കുടുംബത്തിൽ ഒരു കുടുംബിനിയായി, കുടുംബനാഥയായി, കുടുംബത്തിന് നായികയായി, അതുപോലെ പ്രവാചകന്റെ ഒരു താങ്ങും തണലുമായി അങ്ങേയറ്റം പ്രണയിച്ച് ജീവിക്കുന്ന ഒരവസ്ഥാവിശേഷം പ്രവാചകനുണ്ടായ സംഭവിക പ്രവാചകന്റെ ജീവിതത്തിലെ ഖദീജയുടെയും പ്രവാചകന്റെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി മരിച്ച് ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് ആ പ്രദേശത്തുള്ള ഒരു വയോവൃദ്ധയായ ഒരു വനിത വന്ന് ചോദിക്കുന്ന ഒരു സംഗതിയുണ്ട്. അങ്ങ് എന്തിനാണ് ഇനി കാത്തിരിക്കുന്നത്? അങ്ങേക്ക് ഒരു തുണ വേണ്ടേ? ഒരു തുണ ഉണ്ടായിക്കൂടെ? അങ്ങേക്ക് ഒരു വധുവിനെ സ്വീകരിച്ചുകൂടെ എന്നുള്ള അർത്ഥത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ തല താഴ്ത്തി ഇരുന്നു കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണീർ വാർത്തുകൊണ്ട് പ്രവാചകൻ പറയുന്നൊരു മറുപടി ഉണ്ട്. ഖദീജക്ക് പകരം വെക്കാൻ ആരുണ്ടിവിടെ? ഖദീജക്ക് പകരം വെക്കാൻ ആരുണ്ടിവിടെ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുമ്പോൾ അവിടെ ഉള്ള ഒരു സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ ഒരു ശക്തി എത്രമാത്രമാണ്. അപ്പോൾ വിവാഹം കഴിയുന്നതോടുകൂടി ഭാര്യ ഭർത്തൃ ബന്ധങ്ങളുടെ പ്രണയത്തിന്റെ ഒരു ശക്തി മഹാനായ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ഒരു മരണം സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രവാചകന്റെ ദുഃഖത്താലുണ്ടായ അവിടെ കണ്ട പ്രകടനങ്ങൾ മുഴുവനും വളരെ അത്ഭുതകരമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫത്ഹായതിനു ശേഷം മക്കയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഈ മിഅ്റാജ് നടന്ന അതേ വർഷത്തിൽ മരിച്ച തന്റെ സഹധർമ്മിണിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ കാണാൻ ഉള്ള ഒരു താല്പര്യം മക്കയിൽ വന്ന് ഇറങ്ങിയപ്പോൾ മക്ക ഫത്ഹാവുന്നു. അങ്ങനെ അറബികളെല്ലാം വരെ വട്ടം കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും സ്വീകരിക്കുകയാണ്. ഇങ്ങോട്ട് വരാം, എന്റെ വീട്ടിലേക്ക് വരാം, ഇവിടെ തങ്ങാം, ഇവിടെ കൂടാം, ഒന്നിച്ച് ഇവിടെ കഴിയാം എന്നൊക്കെയുള്ള രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മക്കയിലെ മുസ്ലിങ്ങളായ ഖുറൈശി പ്രമുഖരായ പല ആളുകളും ആവശ്യപ്പെടുമ്പോൾ പ്രവാചകൻ ഇങ്ങനെ അല്പമൊന്ന് നെടുവീർപ്പിട്ട് നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്റെ സഹധർമ്മിണി ഖദീജ ബീവിയെ ജന്നത്തുൽ മുഅല്ലയിൽ പോയി ഒന്ന് സന്ദർശിക്കട്ടെ എന്ന് പറഞ്ഞ് ആദ്യമായി സിയാറത്തിന് പോകുന്ന രംഗമുണ്ട്. ചരിത്രത്തിൽ ഇതൊക്കെ വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, മിഅ്റാജ് എന്ന് പറയുന്നത് കുടുംബനാഥകൾക്ക്
കുടുംബിനികൾക്ക്, കുടുംബനാഥന്മാർക്കൊക്കെയും വലിയ സന്ദേശം അങ്ങേയറ്റം സ്നേഹിക്കാനും പ്രണയിക്കാനും ഉള്ള ഒരു ശക്തി, ഒരു സന്മനസ്, സൽബുദ്ധി മനുഷ്യ മക്കളാവുന്ന വിശ്വസികളായ നമുക്ക് ഉണ്ടാവണം എന്ന് അതും മിഅ്റാജ് നൽകുന്ന സന്ദേശമാണെന്ന് പറയുന്നതിൽ ഒരു അനൗചിത്യവും ഇല്ല എന്ന് ഞാൻ എന്റെ ചില വായനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ഇതൊക്കെയും മിഅ്റാജ് നൽകുന്ന പാഠമാണ്. മിഅ്റാജ് നൽകുന്ന പാഠമാണ്. അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായി നമ്മുടെ ജീവിതത്തിലെ നമുക്ക് കിട്ടാവുന്ന ഈ ഭൗതികമായ ചില ഊർജങ്ങൾ, ഭൗതിക തലത്തിലുള്ള ചില ഊർജങ്ങൾ, സത്യത്തിൽ ഭക്ഷണം കഴിക്കുമ്പോഴുണ്ടാവുന്ന ഊർജം, ഭക്ഷണം കഴിക്കുമ്പോൾ അതുവഴി ശേഖരിക്കുന്ന ആ ഒരു ഊർജം മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഊർജം എന്ന് ഒരു ധാരണ സത്യത്തിൽ അത് ഭാഗികമാണ്. മനസ്സും മനസ്സിന്റെ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന ജീവാത്മാവിന്റെ ഒരു അകത്തുള്ള ഒരു അഹം, ഒരു ഞാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയെ വിനയാന്വിതമായി അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ശക്തി സംഭരിക്കുമ്പോഴുണ്ടാകുന്ന മനസ്സിന്റെയും ശരീരത്തിന്റെയും ഊർജമാണ് ശരിയായ ഊർജം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഊർജം ലഭ്യമാവണമെങ്കിൽ അത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുന്ന ഊർജം മാത്രമല്ല, അതുപോലെ കായിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നഷ്ടപ്പെടുന്ന ഊർജമല്ല യഥാർത്ഥത്തിൽ ഊർജം. ആ ഊർജം എന്ന് പറയുന്നത് അവന്റെ ഭക്ഷണത്തിനാലുണ്ടായ നഷ്ടപ്പെടുന്ന ഊർജമാണ്. അവന്റെ ഉള്ളിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള ഒരു ആത്മീയമായ ശക്തിയാലുണ്ടാവുന്ന ഊർജമുണ്ട്. ആ ഊർജത്തെ ശക്തിപ്പെടുത്താനാണ് മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യ ശരീരത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ എന്ന് പറയുന്ന ഒരു ഞാൻ എന്ന് പറയുന്ന ഒരാളുണ്ട് നമ്മുടെ അകത്ത്. ആ ഞാൻ എന്ന് പറയുന്നതിനെ നമ്മൾ സംസ്കരിക്കേണ്ടതുണ്ട്. അത് അള്ളാഹുവിനോട് അടുത്തുകൊണ്ടുള്ള ദിക്റിലും ഫിക്റിലും മുജാലസാത്തു സ്വാലിഹീനിലൂടെയും വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലൂടെയും ഖാലിയായ വയറുമായി നോമ്പെടുക്കുന്നതിലൂടെയും അതുപോലെ അത്താഴത്തിന്റെ സമയത്ത് എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചുകൊണ്ടുമൊക്കെ ഉണ്ടാകുന്ന ഒരു ശക്തി, ഒരു സ്പിരിച്വൽ എനർജി. ആ എനർജിയാണ് വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. അത്തരം സന്ദേശങ്ങളാണ്, അത്തരം ശക്തിയെ സംഭരിക്കാനാണ് മിഅ്റാജിന്റെ രാത്രിയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു യാത്രയാക്കിയത് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറമിലേക്ക്, പരിശുദ്ധ മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ ഹൗല എന്ന് പറയുന്ന ആ മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയാണ്. അതിനു മുമ്പ് ഈ മസ്ജിദുൽ ഹറമിന്റെ പരിസരത്ത് വെച്ചുകൊണ്ട് സംസം വെള്ളം കൊണ്ട് തന്റെ നെഞ്ച് കീറി ഹൃദയം പുറത്തെടുത്ത് സംസം വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി ബന്ധനസ്ഥനാക്കുന്ന മലക്കുകളുടെ ജോലി. അതെന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ 2-3 തവണകളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളൊക്കെയും പറയപ്പെടുകയാണെങ്കിൽ ഒരുപാട് പറയുവാനുണ്ടത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഓരോ സന്ദർഭങ്ങളും വളരെ വ്യക്തമായി വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് മുമ്പൊരിക്കൽ ഇതുപോലെ നമ്മുടെ സെന്ററിലോ മറ്റുള്ളൊരു വേദിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ വിഷയം. ഏതായിരുന്നാലും അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും പങ്കുവെക്കാം. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ അള്ളാഹു സന്നിവേശിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആത്മീയ ശക്തിയാൽ, അന്തർലീനമായ ആത്മീയ ശക്തിയാൽ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ഊർജം, ഒരു സ്പിരിച്വൽ എനർജി പ്രവാചകന്റെ ആ ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കുകയാണ്. അത് എന്തിനു വേണ്ടിയാണ്? ഇവിടെ ഈ ലോകത്തെ മുഴുവൻ നേതാവായ, മനുഷ്യമക്കളുടെ മുഴുവൻ നേതാവായ, മുഴുവൻ മനുഷ്യമക്കൾക്കും ആത്മീയത സപ്ലൈ ചെയ്യേണ്ടുന്ന മുഴുവൻ സൂഫിയാക്കൾക്കും, മുഴുവൻ ഔലിയാക്കൾക്കും, മുഴുവൻ സാഹിദുകൾക്കും, മുഴുവൻ പണ്ഡിതന്മാർക്കും, മുഴുവൻ സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളായ ശുഹദാക്കളായ മുഴുവൻ ആളുകൾക്കും കൊടുക്കേണ്ടുന്ന എനർജി ഇവിടെ നിന്നാണ്. ആ എനർജി എന്ന് പറയുന്നത് ഒരു തൽക്കാലം ഒരു 4 കാരക്കയും വെള്ളവും കുടിച്ചുണ്ടാകേണ്ടുന്നതല്ല. അത് അള്ളാഹു പ്രത്യേകം നൽകേണ്ടുന്നതാണ്. ആ നൽകപ്പെട്ട ഊർജത്തിൽ
ഈമാനിന്റെ ഒരു അംശത്തിന്റെ അംശമാണ്. നമുക്കൊക്കെയും അവിടെ നിന്നുള്ള തത്വജ്ഞാനങ്ങൾ പഠിക്കുമ്പോഴും അവിടുത്തെ ഖുർആനിന്റെ സന്ദേശങ്ങൾ പഠിക്കുമ്പോഴും അവിടുത്തെ ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോഴും അവിടുത്തെ ഹദീസുകൾ പഠിക്കുമ്പോഴും അവിടുത്തെ ആത്മീയ ജ്ഞാനങ്ങളെ വായിച്ച് അറിയുമ്പോഴുമൊക്കെ പ്രവാചകനെ കുറിച്ച് അടുത്തറിയുമ്പോഴുമൊക്കെ അവിടുത്തെ അന്നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അടുത്തറിയുമ്പോഴുമൊക്കെ ഉണ്ടാകുന്ന ഊർജം അതൊക്കെയും അവിടെ നിന്ന് കിട്ടുന്നതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന അതിൽ നിന്ന് കിട്ടുന്ന ഊർജമാണ് നമുക്ക് കിട്ടിയ ഊർജങ്ങളൊക്കെയും. നമ്മുടെ ആത്മീയ ഊർജങ്ങളൊക്കെയും അതാണ്. മദീനയിലേക്ക് മനസ്സിനെ പായിച്ചുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സ്വലാത്ത് ചൊല്ലുമ്പോഴുണ്ടാകുന്ന ഊർജം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ ചൊല്ലുമ്പോഴുണ്ടാകുന്ന ഊർജം, നിസ്കരിക്കുമ്പോഴുണ്ടാകുന്ന ആത്മീയമായ അനുഭൂതി, സുന്നത്ത് നോമ്പെടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു ലദ്ദത്ത്, ഒരു ആനന്ദം, ഇതൊക്കെയും അവിടെ നിന്ന് സപ്ലൈ ചെയ്ത് പാർസൽ ചെയ്ത് നമുക്ക് കിട്ടിയതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ പരിപൂർണമാകുന്നതും ശക്തിയാകുന്നതും ഒക്കെ. ഇവിടെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, വദ്ദാകിരീനല്ലാഹ കതീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ അധികരിച്ച ദിക്ർ ചൊല്ലുന്ന പുരുഷന്മാരും സ്ത്രീകളും അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അളീമ, അവർക്ക് അല്ലാഹു മഹത്തായ പ്രതിഫലവും പാപമോചനവും തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്തിലെ ഈ പറയപ്പെട്ട ആശയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അൽ മുറാദു യദ്കുറൂനല്ലാഹ ഫീ അദ്ബാരിസ് സ്വലാത്തി ഗദ്ബൻ വ അശിയൻ വഫിൽ മലാജിഇ വകുല്ലമാ ഇസ്തയഖല മിൻ നൗമിഹി വകുല്ലമാ ഗദാ ഔ റാഹ മിൻ മൻസിലിഹി എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ 5 നേരത്തെ നിസ്കാരം ബഹുമാനപ്പെട്ട അത്താ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മൻ സല്ല സ്വലവാത്തുൽ ഖംസ് ബിഹുഖൂഖിഹ ഫഹുവ ദാഖിലുൻ ഫീ ഖൗലില്ലാഹി അസ്സ വജല്ല. ഈ വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് എന്ന് പറയുന്ന ഈ ആയത്തിന്റെ പരിധിയിൽ പെടുമത്രേ ഒരു വിശ്വാസി 5 നേരത്തെ നിസ്കാരം കൃത്യമായി ചിട്ടയോടുകൂടി മനസ്സറിഞ്ഞുകൊണ്ട് ഇഖ്ലാസോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ആ ഒരു വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് എന്ന് പറയുന്ന ആ ഹക്കുകളെ, അതിന്റെ ബാധ്യത നിറവേറ്റിയവനാണ് അവനെന്ന്. ഇവിടെ ദിക്റിലൂടെ അള്ളാഹുവിന്റെ ദിക്റിലും ഫിക്റിലുമൊക്കെ ജീവിക്കുന്ന അവസ്ഥ, 5 നേരം ശരിക്കും നിസ്കരിക്കുമ്പോഴുണ്ടാകുന്ന ഓരോ നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നിസ്കാരത്തിനിടയിൽ തെറ്റിലേക്കും ഹറാമിലേക്കും ഹറാമിയത്തിലേക്കും അത് കയ്യാലും കാലാലും കണ്ണാലും മൂക്കാലും നാക്കാലും വയറാലും ദുഃഖസ്ഥാനത്താലും ഒക്കെ തന്നെ ചിന്തകളാലൊക്കെ തന്നെ തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു കവചം, ഒരു സൂക്ഷ്മത, അവനറിയാതെയുള്ള ഒരു സംസ്കരണ പ്രക്രിയ നിസ്കാരം നിർവഹിക്കുന്നു എന്നാണ് നിസ്കാരത്തെക്കുറിച്ച് ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് പറയുന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ആധുനിക പണ്ഡിതന്മാരൊക്കെ വളരെ വ്യക്തമായ വിശദമായി അതിനെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഞാൻ ചുരുക്കുകയാണ്. അപ്പൊ നിസ്കാരം ഈ മിഅ്റാജിന്റെ രാത്രിയിലെ ആ പ്രഭ അങ്ങോട്ട് പോയി, അത് എത്തേണ്ടിടത്തൊക്കെയും എത്തി, അള്ളാഹു എത്തിക്കേണ്ടിടത്തൊക്കെയും എത്തിച്ച് അവിടെ നിന്ന് കിട്ടിയ ഒരു സമ്മാനമായിട്ട് തിരിച്ചു വന്ന് അത് നമുക്ക് സപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ അള്ളാഹുവിന്റെ ദിക്റിലും ഫിക്റിലുമായിട്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 5 നേരത്തെ നിസ്കാരം കൃത്യമായി അവൻ ചിട്ടയോടുകൂടി ചെയ്യുകയാണെങ്കിൽ അവൻ അതിന്റെ ആ ഹക്ക് വീഴ്ത്തിയവനാണ് എന്ന് മഹാരഥന്മാർ പറയുന്നു. നേരത്തെ മുമ്പൊരിക്കൽ ഞാൻ നിസ്കാരത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് കുറഞ്ഞ ഭാഗം. ഇനി ഞാൻ ആ ഭാഗത്തേക്ക് ഒരുപാട് നീട്ടി പരത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉബൈദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് 7 കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്, 7 കാര്യങ്ങൾ എന്നോട് ഉപദേശിക്കുകയുണ്ടായി. എന്നോട് പ്രവാചകൻ 7 കാര്യങ്ങൾ ഉപദേശിക്കുകയുണ്ടായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ആദ്യത്തേത് തൗഹീദ് സംബന്ധമായ കാര്യങ്ങളായിരുന്നു. രണ്ടാമത്തെ നിസ്കാരമാണ്. നിസ്കാരത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, മനസ്സറിഞ്ഞുകൊണ്ട് ഒരു നിസ്കാരവും നീ ഉപേക്ഷിക്കരുത്. ആരെങ്കിലും മനഃപൂർവ്വം നിസ്കാരത്തെ ഉപേക്ഷിച്ചാൽ അവൻ മതത്തിൽ നിന്ന് പുറത്തുപോയി. മൻ തറക സ്വലാത്തൻ മുതഅമ്മിദൻ ഫഖദ് കഫറ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉബൈദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് വിളിച്ചുകൊണ്ട് ഉപദേശിച്ച ഉപദേശങ്ങളിലെ രണ്ടാമത്തേത് നിസ്കാരമായിരുന്നു. ഒന്നാമത്തേത് തൗഹീദ് സംബന്ധമായ കാര്യമാണെങ്കിൽ രണ്ടാമത്തേത് നിസ്കാരമായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ
മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, 10 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഉപദേശിച്ചു. 10 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ഉപദേശിച്ചു. ഇതിൽ 1ഉം 2ഉം തൗഹീദും മാതാപിതാക്കളും സംബന്ധിച്ചുള്ളതായിരുന്നു. 1ഉം 2ഉം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട തൗഹീദും അതുപോലെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. 3ാമത്തേത് എന്നോട് പറഞ്ഞത് ഫർദ് നിസ്കാരം മനഃപൂർവ്വം നീ ഉപേക്ഷിക്കരുത് എന്നാണ്. മൻ തറക സ്വലാത്തൻ മുതഅമ്മിദൻ ഫഖദ് ബരിഅ മിൻ ദിമ്മത്തില്ലാഹ്. മനഃപൂർവ്വം നിസ്കാരത്തെ നീ ഉപേക്ഷിക്കരുത്. അങ്ങനെ ഉപേക്ഷിച്ചാൽ ഫഖദ് ബരിഅ മിൻ ദിമ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ ദിമ്മത്തിൽ നിന്ന് അവൻ ഒഴിവായവനായിരിക്കുന്നു. അപ്പോൾ നിസ്കാരം എന്ന് പറയുന്ന ഒരു സംഗതി മിഅ്റാജിന്റെ ഈ ഒരു മിഅ്റാജ് കഴിഞ്ഞു പോകുന്നതോടുകൂടി ഇതിനെ ശ്രദ്ധിക്കുന്ന അതിനെ ഓർക്കുന്ന മുഴുവൻ ലോക മുസ്ലിങ്ങളിൽ ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളും മുഅ്മിനുകളും സത്യവിശ്വാസികളും ഒക്കെ ഇത് ഓർത്തുകൊണ്ട് പോവുകയാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതാണ്, ഇന്ന് സൗദി അറേബ്യയിലെ ജിദ്ദയിലെ ഇന്ന് സംബന്ധിച്ച ഒരു സദസ്സിലും ഒരു അറബി പണ്ഡിതൻ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ ഭാഷയിൽ പ്രസംഗിക്കുന്നത് കേൾക്കാനിടയായി. മിഅ്റാജ് നൽകുന്ന സന്ദേശം വളരെ വലിയതാണ്. അതിൽ നമ്മൾ ഒരു ചെറിയ നമ്മുടെ നിർബന്ധ കർമ്മമായ 5 നേരം നമ്മൾ ചെയ്യാൻ നമ്മളോട് തക്ലീഫ് ചെയ്യപ്പെട്ട, നമ്മോട് കീർത്തിക്കപ്പെട്ട 5 നേരത്തെ നിസ്കാരം കണിശമായി തീരുമാനമെടുക്കാൻ ഒരു വിശ്വാസി തയ്യാറായാൽ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ റൂഹ് പിരിയുന്ന സന്ദർഭത്തിൽ പോലും നേരിയ സ്വരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അസ്വലാ വമാ മലക്കത് ഐമാനുക്കും. നിങ്ങൾ നിസ്കാരം നിങ്ങളുടെ അധീനതയിലുള്ളവരും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു പ്രവാചകൻ. അപ്പൊ നിസ്കാരം എന്ന് പറയുന്നത് ഉമ്മത്തിന്റെ നിസ്കാരം, ഉമ്മത്ത് നിസ്കരിക്കണം, ഉമ്മത്ത് നിസ്കരിച്ചാലേ രക്ഷയുള്ളൂ എന്നുള്ള ഒരു വലിയ സന്ദേശം മഹാനായ പ്രവാചകൻ തന്റെ മിഅ്റാജിൽ സമ്മാനിച്ച ആ സമ്മാനം നമ്മൾ ജീവിതത്തിൽ കൈമുതലാക്കിക്കൊണ്ട് ജീവിക്കണം. അങ്ങനെ നമ്മുടെ മനസ്സെന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഈഗോ ഉണ്ട്, നമ്മുടെ മുന്നിലുള്ള നമ്മുടെ അകത്തലങ്ങളിലുള്ള ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ എന്ന് പറയുന്ന ജീവാത്മാവാകുന്ന ഞാൻ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ അകത്തുണ്ട്. ഞാൻ എന്ന് പറയുന്ന ഊർജ്ജവലയം എന്നിലുള്ള ഊർജത്തിന്റെ പ്രവർത്തന ശേഷിയാണ് ഞാൻ എന്ന് പറയുന്നതാണ്. അതാണ് ആരാണ് ഞാൻ എന്ന് പറയുന്ന നമ്മിലുള്ള ഒരു ആത്മീയ ശക്തിയുണ്ട്, നമ്മളിലുള്ള ഒരു ഊർജമുണ്ട്, നമ്മളിലുള്ള ഒരു കൺട്രോൾ സെന്റർ ഉണ്ട്. അത് മനസ്സും ശരീരവും ഉപയോഗിച്ച് നാം ചെയ്യുന്ന നന്മയും തിന്മയുമായ ഓരോ പ്രവൃത്തിയും നമ്മുടെ ഊർജം ചിലവിടുകയും സംഭരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഊർജത്തെ ആത്മീയതയിൽ ചാലിച്ച് ചുഴച്ചെടുത്ത് ആത്മീയതയിൽ ചാലിച്ചെടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. അങ്ങനെ നന്മയും നല്ല പ്രവൃത്തിയും നല്ല ചിന്തയും ലക്ഷ്യങ്ങളും നമുക്ക് അങ്ങനെ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെയും ഇങ്ങനെ മുന്നിൽ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ മോട്ടിവേഷൻ, ഒരു ചാലക ശക്തിയായ ഒരു മോട്ടിവേഷൻ ആ ഊർജം നമുക്ക് പ്രദാനം ചെയ്യും, നമ്മെ നയിക്കും. ആ ഒരു ഞാൻ അതിനെ നമ്മൾ സംസ്കരിക്കേണ്ടതുണ്ട്. നമ്മിലുള്ള ഒരു ഞാൻ അതിനെ നമ്മൾ നന്നാക്കേണ്ടതുണ്ട്, ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടുന്ന മർമ്മപ്രധാനമായ സംഗതികൾ ഒന്ന് വിശ്വാസമാണ്, മറ്റൊന്ന് നന്നായി പ്രാർത്ഥനാശീലങ്ങളാണ്, അതുപോലെ ആരാധനയിൽ കണിശത ഉണ്ടാവുക എന്നതാണ്. ഇങ്ങനെ ഇത്തരം ഊർജങ്ങൾ ഇത്തരം സംഗതികളൊക്കെ നമ്മുടെ ആ ആത്മീയതയിൽ ചാരിച്ച നമ്മിലുള്ള ഒരു ഞാൻ എന്ന് പറയുന്ന ആ ഒരു ഊർജ പ്രപഞ്ചം, ആ ഒരു ഊർജം, ആ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ എന്നൊക്കെ ഇംഗ്ലീഷ് വാചകങ്ങളിൽ പലരും പരിചയപ്പെടുത്തിയ ആ ഒരു കേന്ദ്രത്തെ നമ്മൾ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അത് ശുദ്ധീകരിക്കാൻ ഞാൻ സാധാരണ നമ്മുടെ കിതാബുകളിലൊക്കെയും പറയാറുള്ള, ഞാൻ മലയാളത്തിൽ അത് പറഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ അതിന്റെ കാവ്യശകലം ഒന്ന് വായിച്ചതിന്റെ അർത്ഥം പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ മൈക്കിൽ വരാൻ പലരും കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ എന്റെ ആ ഒരു താല്പര്യം കൊണ്ട് അതുപോലെ ഈ ഒരു സമയത്തിന്റെയും സന്ദർഭത്തിന്റെയും നിമിഷങ്ങളുടെയും ഒക്കെ ആ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോയതാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കേണ്ടതുണ്ട്, മനസ്സിനെ സംസ്കരിക്കേണ്ടതുണ്ട്. വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വത്തദർറു ബിസ്സഹർ വമുജാലസാത്തു സ്വാലിഹീനൽ ഫുളല. ബഹുമാനപ്പെട്ട
നമ്മുടെ അദ്കിയ എന്ന് പറയുന്ന കിതാബിൽ, അദ്കിയ എന്ന് പറയുന്ന ആ കിതാബിൽ വളരെ വ്യക്തമായി ഇതിനെ പഠിപ്പിക്കുന്നുണ്ട്. വദവാഉ ഖൽബിൻ, ഹൃദയത്തിന്റെ രോഗങ്ങൾ, ഹൃദയത്തിന്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്. ഹൃദയത്തിന്റെ രോഗങ്ങൾ ഒരുപാടാണ്. ഹൃദയത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്? നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് അതിൽ കിബറുണ്ട്, ഹസദുണ്ട്, ഉജ്ബുണ്ട്, ഹെഖദുണ്ട്, ഹിർസുണ്ട്, അതിൽ റിയാ ഉണ്ട്, അതിലെല്ലാം ഉണ്ട്. എല്ലാം കൊണ്ടും മലീമസമായി കിടക്കുന്ന നമ്മുടെ മനസ്സ്, ആ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഔഷധങ്ങൾ ഹംസത്തുൻ, അഞ്ചെണ്ണമാണ്. ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മാന, അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യലാണ്. ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ മനസ്സിങ്ങനെ ശുദ്ധിയാവും. അല്പസ്വല്പമൊക്കെ ഖുർആനിന്റെ ആശയം അറിയാവുന്ന ഏതൊരാൾക്കും, അല്പസ്വല്പമൊക്കെ ഖുർആനിന്റെ മാന തിരിയുന്ന ചിന്താശേഷിയുള്ള ഏതൊരു മനുഷ്യനും ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ നിന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചു പോറ്റുന്ന നിന്റെ ജഗന്നാഥൻ, നിന്റെ റബ്ബ് നിന്നോട് ഇങ്ങനെ സംഭാഷണം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. റബ്ബ് നിന്നോട് ഇങ്ങനെ സംഭാഷണം ചെയ്യും. അതാണ് അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഫഇൻ അറാദ അൻ യുഖാതിബഹു അല്ലാഹു, നിന്നോട് അള്ളാഹു എങ്കിലും സംഭാഷണം ചെയ്യണമെന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, റബ്ബ് നിന്നോട് ഇങ്ങോട്ട് എന്തെങ്കിലും സംഭാഷണം ചെയ്യണമെന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഫൽയഖ്റഇൽ ഖുർആൻ, അപ്പോൾ നീ ഖുർആൻ പാരായണം ചെയ്യുക. അതുപോലെ വഇൻ അറാദ അൻ യുഖാതിബഹു അല്ലാഹ, അള്ളാഹുവിനോട് നീ അങ്ങോട്ട് എന്തെങ്കിലും സംഭാഷണം ചെയ്യണമെന്ന് നീ ഉദ്ദേശിച്ചാൽ, ഫൽയഖ്റഇൽ ഖുർആൻ, അപ്പോൾ നീ ഖുർആൻ പാരായണം ചെയ്യുക. നിന്നോട് റബ്ബ് ഇങ്ങോട്ട് എന്തെങ്കിലും പറയണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്ത് നോക്കൂ. നിന്നോട് ഖുർആൻ നിനക്ക് ഒരേ സമയം ഇരുന്ന് ചിരിക്കാനും ചിന്തിക്കാനും കരയാനും അതുപോലെ നിന്റെ ഉള്ളിൽ നിന്റെ അകത്തളങ്ങളിൽ കിടിലം കൊള്ളിക്കുവാനുമൊക്കെ നിന്നെ കരയിപ്പിക്കുവാനുമൊക്കെ ശക്തിയുള്ള ആയത്തുകൾ നിന്നോട് ഇങ്ങനെ പാരായണം ചെയ്യും. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ നിന്നോട് സംസാരിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ, അതുപോലെ നിന്നോട് നേരിട്ട് തന്നെ ക എന്ന് പറയുന്ന മുഖാത്തിബിന്റെ അത്തരം വചനങ്ങളൊക്കെയും ഉച്ചരിച്ചുകൊണ്ട് നിന്നോട് നേർക്ക് നേരെ ഖിതാബ് ചെയ്യുന്ന സംഭാഷണം ചെയ്യുന്ന അവസ്ഥകളൊക്കെയും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഖുർആൻ നമ്മോട് ഇങ്ങനെ സംഭാഷണം ചെയ്യും. അങ്ങനെ റബ്ബ് ഇങ്ങനെ ഖുർആനിന്റെ അർത്ഥം അറിഞ്ഞിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ അങ്ങ് കരഞ്ഞു പോകും. നമ്മളിങ്ങനെ ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ കരയേണ്ടി വരും. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചില രംഗങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ ചിരിക്കേണ്ടി വരും. ചിലത് നമ്മൾ കാണുമ്പോൾ ചിലത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വളരെ ഗൗരവപൂർവ്വം ബോധപൂർവ്വം ചിന്തിക്കേണ്ടുന്ന, അപ്പൊ ചിന്തിക്കുകയും ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ അടങ്ങുന്ന ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ നമ്മളിങ്ങനെ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ, മനസ്സിനെ സംസ്കരിക്കാനുള്ള ഒരു മരുന്നായി വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് സൈനുദ്ദീനുൽ മഅബരി ഈ പദ്യത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുപോലെ വരിൽ ബത്തുനിൽ ഖല, വയറ് കാലിയാവുക എന്ന് പറഞ്ഞാൽ നീ സുന്നത്ത് നോമ്പെടുക്കുന്നതിലൂടെ, നോമ്പെടുക്കാൻ തയ്യാറാകുന്നതിലൂടെ, നോമ്പിന് വേണ്ടി റെഡിയാകുന്നതിലൂടെ നീ വയറു കാലിയായവനായിട്ട് പട്ടിണി കിടന്ന് ഒരുപക്ഷെ നിനക്ക് ആഴ്ചയിൽ തിങ്കളും വ്യാഴവും ഒക്കെ നോമ്പെടുക്കാൻ സാധിക്കുമെങ്കിൽ ആ നോമ്പിലൂടെ, റമദാനിലെ 30 നോമ്പിലൂടെ, അതുപോലെ അയ്യാമുൽ ബീളിന്റെ നോമ്പുകളിലൂടെ ഒക്കെ നീ ഇങ്ങനെ റബ്ബിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മനസ്സ് സ്വമേധയാ ശുദ്ധിയാവും. മനസ്സിലുള്ള മുഴുവൻ അക്ഷരങ്ങളും മുഴുവൻ അഴുക്കുകളും അതുകൊണ്ട് ശുദ്ധീകരിക്കാൻ സാധിക്കും. വലിൽ ബത്നിൽ ഖല. മറ്റൊന്ന് വഖിയാമുലൈലിൻ വത്തളറു ബിസ്സഹർ, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക. സുബഹിന്റെ തൊട്ട് മുമ്പ് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ, രാത്രിയുടെ സുബഹിന്റെ മുമ്പ് അല്പം നിസ്കരിക്കാൻ, തഹജ്ജുദ് നിസ്കരിക്കാൻ, ഒന്ന് ഉറങ്ങി ഒരു അല്പമെങ്കിലും അരമണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കാനുള്ളൊരു സാഹചര്യം, അങ്ങനെ നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അതുകൊണ്ടൊക്കെ മനസ്സ് ഇങ്ങനെ ശുദ്ധിയായിട്ട് വരും. അതുപോലെ അത്താഴ സമയത്ത് വിനയം ചെയ്യുക. അത്താഴ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതനായി താന്ന് കൂന്ന് കേളപേക്ഷിക്കുക, പ്രാർത്ഥിക്കുക.
നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലുമ്പോൾ, പാപമോചനം ഇങ്ങനെ ചെയ്യുമ്പോ റബ്ബ് അവനെ ശരിക്കും ഇങ്ങനെ പരിഗണിച്ചുകൊണ്ടേയിരിക്കും. മാത്രമല്ല ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം എന്താണ്? പടച്ചവനെ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പുറത്തു തരണം. കുറ്റം ഏറ്റുപറയുകയാണ് റബ്ബിനോട്. കുറ്റം ഇങ്ങനെ ഏറ്റുപറയുമ്പോ, ദോഷങ്ങൾ ഇങ്ങനെ പൊറുക്കപ്പെടുമ്പോ അവൻ സ്വമേധയാ അവന്റെ മനസ്സും ശരീരവും ചിന്തകളും പ്രവർത്തനങ്ങളും അവന്റെ സർവ്വ ചുറ്റുപാടുകളും നന്നായി വരികയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. സർവ്വ ദുഷിച്ച സ്വഭാവങ്ങളെ തൊട്ടും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അടുത്ത മുജാലസാത്തു സ്വാലിഹീൻ, സജ്ജനങ്ങളോട് കൂടെ ഇരിക്കുക. അൽഫുദല, ശ്രേഷ്ഠവാന്മാരായ നല്ല നല്ല ആളുകളുടെ കൂടെ, സൂഫിയാക്കളായ, സാഹിദീങ്ങളായ, ഔലിയാക്കളായ, അതുപോലെ സജ്ജനങ്ങളായ ആളുകളുടെ കൂടെ ഇരിക്കുക. ആ ഇരിക്കുന്നതോടുകൂടി തന്നെ, അതാണ് മഹാനായ ലുഖ്മാൻ ഹക്കീം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതിനടുത്ത്, ഞാൻ വിശദീകരിക്കുന്നില്ല, അലൈക്കും, അദ്ദേഹത്തിന്റെ കുഞ്ഞുമോനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ ബുനയ്യ അലൈക്കും ബി മുജാലസത്തിൽ ഉലമാ, പണ്ഡിതന്മാരുടെ കൂടെ നീ ഇരിക്കുന്ന നിനക്ക് നിർബന്ധമാണ്. വസ്മഅ കലാമൽ ഹുകമാ, തത്വജ്ഞാനികളുടെ വാർത്തകളെ, തത്വജ്ഞാനികളുടെ സംസാരങ്ങളെ, വസ്മഅ കലാമൽ ഹുകമാ, തത്വജ്ഞാനികളുടെ സംസാരങ്ങളെ നീ ശ്രദ്ധിക്കണം, കേൾക്കണം. അലൈക ബി മുജാലസത്തിൽ ഉലമാ വസ്മഅ കലാമൽ ഹുകമാ. എങ്കിൽ ഫഇന്നഹാ യുഹിയിൽ, അത് നിന്റെ ഹൃദയത്തെ അത് ജീവിപ്പിക്കും. ഏതുപോലെ വറ്റി വരണ്ട ഭൂമിയെ മഴ വർഷിപ്പിച്ചുകൊണ്ട് അത് തിഴുത്ത് വളർത്തുന്നത് പോലെ നിന്റെ മനസ്സിനെ ആ വാക്കുകൾ, ആ തത്വജ്ഞാനികൾ, ആ പണ്ഡിതന്മാരോടുള്ള സഹവാസത്തിൽ ഉണ്ടാവുന്ന നിനക്ക് കിട്ടുന്ന അറിവുകൾ, ഫഇന്നല്ലാഹ അസ്സ വജല്ല യുഹ്യിൽ ഖുലൂബ ബിനൂരിൽ ഹിക്മതി കമാ യുഹ്യിൽ അർള ബിവാബിൽ മത്തർ. ബഹുമാനപ്പെട്ട വാഫി ഉസ്താദ് ജസാക്കല്ലാഹു ഖൈറൻ, അല്ലാഹു ഉസ്താദിന്റെ അപാരമായ ബുദ്ധിയെ ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്. ഏതൊരു വചനം ഇവിടെ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ അതുണ്ടാവും. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. പണ്ഡിതന്മാരുടെ കൂടെ നീരിക്ക്, തത്വജ്ഞാനികളുടെ വർത്തമാനത്തെ നീ ശ്രദ്ധിക്ക്. ഹിക്മത്തിന്റെ പ്രകാശം കൊണ്ട് ഹൃദയങ്ങളെ ജീവിപ്പിക്കും. മഴയുടെ നനവ് കൊണ്ട് ഭൂമിയെ ജീവിപ്പിക്കുന്നത് പോലെ വരണ്ടു പോയ ഹൃദയങ്ങളെ തത്വജ്ഞാനികളുടെ ഹിക്മത്താവുന്ന പ്രകാശം കൊണ്ട് അത് ജീവിപ്പിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഈ 5 ഔഷധങ്ങൾ, ഈ 5 മരുന്നുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഞാനും നിങ്ങളുമൊക്കെ ഓരോരുത്തരും നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബന്ധപ്പെട്ടവരിലും നമ്മുടെ മക്കളിലുമൊക്കെ ഇത് ഉണ്ടാക്കി തീർക്കാനും നമ്മുടെ ജീവിതത്തെ നമ്മൾ നന്നാക്കിയെടുക്കാനും ഒക്കെയുള്ള സന്ദർഭങ്ങളായി ഇത്തരം നാളുകളെ, ദിവസങ്ങളെ, ഇനി ഷാബാനാണ് വരുന്നത്, അത് കഴിഞ്ഞാൽ റമദാനാണ് വരുന്നത്, അത് കഴിഞ്ഞാൽ ഷവ്വാലാണ് വരുന്നത്. ഷാബാനും ഷവ്വാലും ഒരു മുഅ്മിനിന്റെ ഒരു സമമാകാൻ പാടില്ല. സമമായാൽ അവൻ സൂക്ഷിച്ചുകൊള്ളണം, അവൻ എവിടെയോ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്ന് കരുതണം എന്നൊക്കെ വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും വിധിയുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വതളറു ബിസ്സഹർ വമുജാലസാത്തുസ് സ്വാലിഹീനൽ ഫുളലാ. ഹൃദയത്തിനെ ശുദ്ധീകരിക്കാനുള്ള 5 ഔഷധങ്ങൾ. 1 അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യലാണ്. 1 വയറിനെ കാലിയാക്കലാണ്, അഥവാ സുന്നത്ത് നോമ്പെടുക്കാൻ കഴിയുമെങ്കിൽ അതെടുക്കലാണ്. അതുപോലെ വിട്ടുപോയ ഫർളായ നോമ്പുകളൊക്കെ ഖളാ വീട്ടാൻ ശ്രദ്ധിക്കലും തയ്യാറാവലുമാണ്. അതുപോലെ ഖിയാമുലൈലിൻ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കലാണ്. വത്തളറു ബിസ്സഹറത്തായ സമയത്ത് എഴുന്നേറ്റ് റബ്ബിനോട് വിനയത്തോടുകൂടി താഴ്ന്ന് പ്രാർത്ഥിക്കലും അവിടുത്തെ ഇസ്തിഗ്ഫാർ ചൊല്ലലുമാണ്. വമുജാലസാത്തുസ് സ്വാലിഹീനൽ ഫുളലാ, സജ്ജനങ്ങളായ ആളുകളുടെ, നല്ല മനസ്സുള്ളവരുടെ കൂടെ ഇരിക്കാനും സംസാരിക്കാനും ചർച്ച ചെയ്യാനുമൊക്കെ അത്തരം അദ്കാറുകളുടെ മജ്‌ലിസുകളിൽ, ദിക്റിന്റെ മജ്‌ലിസുകളിലൊക്കെ പങ്കുകൊള്ളാനൊക്കെ തയ്യാറാവലാണ്. അതൊക്കെയാണ് ഒരു വിശ്വാസിക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കും. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു അറാബി വന്നുകൊണ്ട് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്ന ശറാഇൽ ഇസ്ലാമി ഖദ് കസറത് അലയ്യ,
എന്റെ മേൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് അഖ്ബിർനി, എനിക്ക് അറിയിച്ചു തരണം, ചെയ്യുന്ന ഒരു വസ്തുവുണ്ട്. അതശബ്ബതു ബിഹി, അതുകൊണ്ട് ഞാൻ കൂലങ്കഷമായി ചിന്തിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി, അതിൽ ഞാൻ പൂണ്ടുപിടിക്കാൻ വേണ്ടി. അസമയത്ത് പ്രവാചകൻ പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബം മിൻ ദിക്രില്ലാഹ്, ലാ യസാലു ലിസാനുക, നിന്റെ നാവ് ആയിക്കൊണ്ടേയിരിക്കലാണ്. റത്ബം മിൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിനാൽ പച്ചയായിക്കൊണ്ടിരിക്കലാണ്. അപ്പൊ നാവ് എന്ന് പറയുന്നത് അതിങ്ങനെ വറ്റി വരണ്ട് ഒന്നുമല്ലാതെയായി പോകുന്നതിനെ കാത്തു ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ നാവിനെ ദിക്ർ കൊണ്ട് പച്ചയായിക്കൊണ്ടിരിക്കണം. അതിങ്ങനെ ഒരു ദിക്റിനാലുള്ളൊരു നനവതിനുണ്ടാവണം, ദിക്റിനാലുള്ളൊരു പശർമ നാവിനുണ്ടാവണം. അങ്ങനെ ഉണ്ടാകിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെയും അവന്റെ കൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടാകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവന്റെ ദിക്റിലും ഫിക്റിലുമായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. 5 നേരം നിസ്കരിക്കാനുള്ള നല്ല മനസ്സും തൗഫീഖും സാഹചര്യവും നമുക്കും നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർക്കും എല്ലാം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഫർളായ സുന്നത്തായ നോമ്പുകൾ എടുക്കാനുള്ള മനസ്സ്, നന്നായി ഇൽമു പഠിക്കാനുള്ള മനസ്സ്, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള മനസ്സ്, ജീവിതത്തിൽ ഹറാമുമായി ബന്ധപ്പെടാതെ ജീവിക്കാനുള്ള നല്ല സാഹചര്യങ്ങൾ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ പറയലും കേൾക്കലും ഈ ഒരു പങ്കുവെക്കലുമൊക്കെ ഒരു നല്ല അമലായി അവന്റെ അടുക്കൽ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൽ അഹങ്കാരമോ അഹന്തയോ ലോകമാന്യമോ ഒന്നും കടന്നുകൂടാതെ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി ഇങ്ങനെ സംസാരിക്കാനും ഇങ്ങനെ പ്രവർത്തിക്കാനും ഇങ്ങനെ പഠിക്കാനും അറിയാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ പ്രസ്ഥാനത്തെ ICR എന്ന് പറയുന്ന ഈ മഹത്തായ സംവിധാനത്തെ അള്ളാഹു പൂർവോപരി വിപുലീകരിച്ച് വളരെ ശക്തമായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖും സാഹചര്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, അവർക്കൊക്കെയും അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പറയാനും പഠിപ്പിക്കാനും ഒക്കെയുള്ള തൗഫീഖും ഇൽമും ഹിക്മത്തും അവർക്കും നമുക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഇതിൽ വന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളായ ആളുകൾക്ക് നാഫിയായ ഇൽമു അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർക്കൊക്കെ ഉപകരിക്കുന്ന മൻഫഅത്തുള്ള ഇൽമു സപ്ലൈ ചെയ്യാനുള്ള തൗഫീഖ് നമ്മുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഇതിനുവേണ്ടി സംസാരിക്കുന്ന മുഴുവൻ ഗുണകാംക്ഷികൾക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ നമ്മുടെ നേതാക്കന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇന്നത്തെ പ്രസിഡന്റ് തൊട്ട് നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കളായ താഴേക്കിടയിലുള്ള എല്ലാ നേതാക്കൾക്കും പ്രവർത്തകർക്കും അനുഭാവികൾക്കും അള്ളാഹു ഇസ്സത്തും റാഹത്തും സലാമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ഈമാനോടെ റാഹത്തോടെ സലാമത്തോടെ ജീവിക്കാനുള്ള സർവ്വ സാഹചര്യവും തൗഫീഖും അവർക്കും നമുക്ക് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ബരക്കൽ മുല്ലക്കോയ തങ്ങളെ തൊട്ട് ഈ പ്രസ്ഥാനത്തിന് ഇതിനുവേണ്ടി ജീവൻ ത്യജിച്ച ഒട്ടനവധി മഹൽ വ്യക്തിത്വങ്ങൾ, സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, സാധാരണക്കാർ, ഉമറാക്കൾ, എഴുത്തുകാർ, പ്രബോധകന്മാർ, ചിന്തകന്മാർ, അങ്ങനെ തുടങ്ങി ഇതിനുവേണ്ടി ഒരു പോസ്റ്റർ വരെ ഒട്ടിച്ച് ജീവിച്ച് മരിച്ചുപോയ ആളുകൾ, ഇതിനുവേണ്ടി നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച് മരിച്ചുപോയ ആളുകൾ, അവർക്കൊക്കെയും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ.